കുഞ്ഞാപ്പോ ഇജ്ജെവിടുന്ന് വരുന്നേ? ഞാൻ നബിസാത്താർക്ക് പണിക്ക് പോയതാടാ. അതെന്തെമ്മന്തി പോവാഞ്ഞ്? ഇമ്മാക്കൊന്ന് പോവാൻ പറ്റില്ല. എന്നോട് പറയാനേ രാവിലെ ഉണ്ട് അമ്മായി വിളിക്കണ്. ഞാൻ ചെല്ലാൻ പറഞ്ഞിട്ട് അപ്പൊ ഉമ്മ അറിഞ്ഞു കുഞ്ഞാപ്പോ നബിസാത്താടൊക്കെ കൊടുക്കോ, അവിടെ ചുറ്റുപാട്ടോടൊക്കെ ഒന്ന് അടിച്ചു വെച്ച് കൊടുത്താൽ മതി. ഞാൻ അടിച്ചോടാ, നല്ല ഇത് നല്ല അറിയാം അടിച്ചോരാനെ കേട്ടാ. കാണുന്നുണ്ടല്ലോ, കാണില്ലേ? പാത്രം മോറാനും അറിയാ. അപ്പൊ പാത്രം മോറാനപ്പോ നബിസാത്ത അറിയിച്ച് മോറണ്ട കുഞ്ഞാപ്പൂ. എന്താണ് അറിയില്ല. അപ്പൊ ഞാൻ അവിടെ അടിച്ചു കൊടുത്തൊക്കെ ചെയ്തിട്ടാ. അങ്ങനെ ഇപ്പൊ എന്നോട് പറയാന് ഞാന് അടിച്ചു കൊടുത്തിരിക്കുമ്പോ നബിസാത്താന്റെ മരുമോള് എപ്പൊ വന്നാലും ഇങ്ങോട്ട് കുഞ്ഞാപ്പൂ കുഞ്ഞാപ്പൂ ചിരിച്ച് കളിക്കണേ അയാളാണ് കേട്ടാ. പെണ്ണ് എഴുതിണ്ട് മോനെ എന്നോട് പറയാൻ നോക്കും. ഒരു താണുകൊട്ടല്ലേ എന്താ പറയാ, കാലക്കൊട്ടം അവര് ഇങ്ങനെ നിൽക്കുന്നിട്ടാ. അപ്പൊ ഞാൻ ചോദിച്ചു എന്താന്ന് നിങ്ങൾക്ക് പറ്റീന്ന് പറഞ്ഞു. ഒന്നുമില്ല, നിങ്ങൾക്ക് എന്താന്ന് പറ്റീന്ന് ചെന്നപ്പോ ഏടാ ചിലക്കണ്ടട്ടാ, ജി എന്നെ എല്ലാരും ചെലക്കണ്ട, ഇന്നോട് ചെലക്കണ്ടട്ടാ, മര്യാദ കൊണ്ട് പൊയ്ക്കോണ്ടിട്ടാ. ചൂടായിക്കണ് പെണ്ണെടുത്തി. അവർക്ക് ആദ്യം മനസ്സിലായിട്ടില്ല. അപ്പൊ ഞാൻ എന്നോട് പറയാ അടിച്ചോരി ഇതൊക്കെ കഴിഞ്ഞിട്ട് പെണ്ണേരി നോക്കുമ്പോ പെണ്ണിട്ട് ഇങ്ങനെ കെട്ടി ഇങ്ങനെ അവിടെ ഒക്കെ ഇങ്ങനെ പെണ്ണെടുത്ത് പുറത്തേക്കൊന്നും വരുന്നില്ല. നബീസാത്ത പറയാ നബീസാത്താനായിട്ട് ഇങ്ങനെ തന്നെ ഇത്രന്നല്ല. അത് എന്താണ് മരിയോന് നബീസാത്താന്റെ മോനില്ലേ പര്യത്തിന്റെ മാപ്പിള ഗൾഫീന്ന് വിളിച്ച്. ഗൾഫീന്ന് വിളിച്ചപ്പോ എന്താണ് പെണ്ണെത്തി കൊടുക്കാൻ പോയി തന്നെ. ഇപ്പൊ പോയി ഇത്ര അപ്പൊ കിട്ടിയില്ല, ഫോണ് വിളിച്ചിട്ട് കിട്ടിയില്ല. നബീസാത്താക്ക് വിളിച്ച്. അപ്പൊ നബീസാത്ത അങ്ങനത്ര എനിക്കറിയില്ല, ഞാൻ പറഞ്ഞൊന്നും ഇപ്പൊ ഓള് കേൾക്കലില്ല. അപ്പൊ നബീസാത്ത പറഞ്ഞ കാര്യം തന്നെയാണ്. നബീസാത്ത അറിയാം, നബീസാത്ത നിന്ന് എന്നെ അവിടെ ചാടുത്രേ. എന്താണ് നിങ്ങൾക്ക് കണ്ടത് എന്താന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഈ ഇടായിട്ട് പെണ്ണെത്തി അങ്ങനെ എത്ര എന്താണോ അറിയില്ല. പെണ്ണെത്തി വേറെ പോണത്രേ. ഓർക്ക് ഇവിടെ സുഖമായിട്ട് ജീവിച്ചൂടല്ലേ, വേറെ പോയാലും അതിന് ബുദ്ധിമുട്ടല്ലോ. വേറെ പോണം വേറെ പോണം വേറെ പോണം ആ ഒരു ചിന്തോളൂ. ആ ഭർത്താവിനെ എങ്ങനെയും പൊളിപ്പിക്കാനോ കുത്തുപാടുക്കും വേറെ പോയാൽ. ഞാൻ കഴിച്ച് വന്ന അവസരത്തിന് നല്ല സ്വഭാവം കഴിഞ്ഞത്ര. ഇപ്പൊ പെണ്ണെത്തിക്ക് എങ്ങനെയും വേറെ പോണോ, ഏത് സമയത്തും ആ ചെക്കായി പെര ഉണ്ടാവുമ്പോ ഗൾഫിന്ന് പെര ഉണ്ടാവുമ്പോ പെരത്തേക്ക് ഏത് സമയത്ത് ടൂറ് പോണോ, ഏത് പെര ടൂറ് പോണോ, എന്താ ആ ഓൺലൈനില്ലേ അതിന് സാധനമൊക്കെ മേടിക്കണോ, ആ ദേശത്തിന് നിൽക്കത്രേ. ആ പാവം ഗൾഫ് പോയി കഷ്ടപ്പെടുക അത്ര. നബീസാത്ത പറയും മോൾക്ക് ചെറുപ്പത്തിലേ കഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പൊ ഇങ്ങനെ. അങ്ങനെ കൊറേ പെണ്ണുങ്ങളുണ്ട് ഭർത്താക്കന്മാര് ഗൾഫിൽ കഷ്ടപ്പെടുക, ഇവിടെ ചെക്കൻ പണിക്കോ ഇവിടെ പോയിന്നല്ലോ, എപ്പല്ലേ ഗൾഫിൽ പോയത്. അവസരത്തിൽ ആ ചെക്കൻ വന്നിട്ടുണ്ടെങ്കിൽ പെണ്ണെടുത്ത് മോന്ത കെറ്റിങ്ങനെ നിൽക്കും അത്ര. അപ്പൊ ചെക്കനക്ക് ഒന്നും പറയാൻ പറ്റൂല, പെണ്ണെ ഇങ്ങനെ മോന്ത കെറ്റിരിക്കും. പിന്നെ ഒരു കാര്യണ്ട്, നബീസാത്താനെ മാത്രം പറയണ്ട, ഈ ചെക്കൻ ഈ പെണ്ണിനെ മതി പറഞ്ഞിട്ട് 4 കാലിന് നിൽക്കായിരുന്നു. അപ്പൊ നബീസാത്താക്കിനി ഒന്നും പറയാൻ പറ്റില്ല. നബീസാത്ത അറിഞ്ഞി അപ്പൊ ഓന് എന്താ ചെയ്തോട്ടെ എന്നറിഞ്ഞു. നബീസാത്ത അറിയാം എത്രയായാലും കുഞ്ഞാപ്പോ എന്റെ മോനല്ലേ, ഓന് ഓളിട്ട് ഇങ്ങനെ കാട്ടുമ്പോ സഹിക്കോ. എന്നിട്ട് അത് മാത്രല്ല എനിക്ക് ദേഷ്യം മേടിച്ചാൽ നബീസാത്താന്റെ ചീത്ത അറിയാത്രേ. അത് കഴിഞ്ഞ അപ്പൊ ചെക്കന് പെണ്ണ് ഒന്നാവും. അപ്പൊ നബീസാത്തോട് എത്ര ചെക്കൻ നിങ്ങൾ എന്തിനാണ് ഓളെ ചീത്താറിനത് പറഞ്ഞിട്ട് പിന്നെ ഓന് ഒന്നാവും. ഇത് ആ ദേശൊക്കെ പെണ്ണ് ഇന്നോട് തീർത്തിക്ക. എപ്പോഴും പോകുമ്പോൾക്ക് ചായ ഒക്കെ ഉണ്ടാക്കി തരൂട്ടാ. പിന്നെ അപ്പൊ ഇപ്പൊ പെണ്ണ് ചായ മുതൽ പച്ചവെള്ളം കൂടി തന്നില്ല. ആ ദേശമൊക്കെ ഇനിയും തീർത്തിട്ടുണ്ട്. ഞാൻ നബീസാത്ത ചായ ഞാൻ കുടിച്ചിട്ടാ. അല്ല പിന്നെ ഞാനിപ്പോ ഇങ്ങോട്ട് പോവാൻ വേണ്ടിട്ടേ അത് ചോദിക്കാൻ തന്നെ. പിന്നെ എന്താ ഇന്നലെ പറ്റുന്നതായിട്ട് പോയിട്ട് ഇലറ്റ് പോയല്ലോ ഇന്നലെ എന്നോട് പറയാനേ മൂത്താപ്പ ആ സഫിയാത്താന്റെ റുക്കിയാത്താന്റെ ഒക്കെ കുട്ടികളുണ്ട് അവിടെ. സഫിയാത്താനെ മറ്റേ ചെക്കൻ വന്നിട്ടില്ലട്ടാ, ആ മൂത്തോനുണ്ടായിരുന്നു. അങ്ങനെ ഓർക്ക് നാളെ മദ്രസ തുറക്കുന്നല്ലേ, മദ്രസ ഉണ്ടല്ലോ. അപ്പൊ മദ്രസക്ക് കൊണ്ടാക്കണം മൂത്താപ്പ. അപ്പൊ മൂത്തുമൊക്കാണ്ട് പോയിക്കത്രേ. അപ്പൊ ആ മൂത്താപ്പാക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ പോയേനി ഞാൻ പെരേക്കൊണ്ട് പോന്നില്ലേ, ഒന്ന് തന്നൊന്നില്ല. മൂത്താപ്പ പറയാ കുഞ്ഞാപ്പോ ഞങ്ങൾക്ക് ഇങ്ങനെ പോണാടോ കുഞ്ഞാപ്പോ,
അതുകൊണ്ട് എന്നോട് പിന്നെ ചെല്ലാൻ പറഞ്ഞിട്ട് മൂത്താപ്പ 2 കായ് തന്ന് ഞാൻ ഒരു വലിയ കായ് എടുത്ത് ലൈസൊക്കെ മേടിച്ചതില് ആകെ 2 ലൈസ് മേടിച്ചപ്പോ ഒരു ബാക്കി തരികയില്ല. ഞാൻ ചോദിച്ചപ്പോ എന്നോട് പോടാന്ന് ഇത് 2 ലൈസിന് കായുള്ളൂ 2 ലൈസിന് കായ് ഞാൻ തിന്നിട്ടാ ലൈസൊക്കെ തിന്നു. അല്ല അവിടെ നിക്കാൻ പറ്റി നിക്കണിച്ചിട്ട് പോയതല്ലേ? അല്ല വെറുതെ പൈറ്റിന്റെ കൊണ്ടിറക്കാൻ പോയതല്ലേ. അപ്പൊ തിന്നാനെന്ത് തന്നാ അവിടുന്ന് തന്നിട്ടില്ല. അപ്പൊ അതിനല്ലേ പറ്റില്ലല്ലോ. അപ്പൊ എന്നോട് ഉമ്മ അറിഞ്ഞിങ്ങനെ പൈറ്റിന്റെ കൊണ്ടെടുക്കുമ്പോ മൂത്താപ്പ എന്തെങ്കിലും തന്നില്ലെങ്കിൽ തന്നില്ലെങ്കിൽ മേടിച്ചോണ്ടിരിക്കും മേടിക്കാതെ ഞാൻ ചോദിക്കാണ്ട് മുന്നേ മൂത്താപ്പടുത്തല്ലേ. അതിനാണ് ഇപ്പൊ ഉമ്മ വയറിന്റെ എല്ലാം നുള്ളി കണ്ടിട്ട് എന്തെങ്കിലും കിട്ടാനേ. പിന്നെ ഉമ്മ ഇതാടാ മേടിച്ചോണ്ട് നിങ്ങള് 10 ഉറുപ്പ്യാടാന്ന് കൊറേ ചീത്ത അറിഞ്ഞു. ഞാൻ പറയും ഉമ്മ മൂത്താപ്പ വേറെയും കായ് തന്ന് ഞാനേ മേടിച്ചില്ലാന്നിപ്പോ ഉമ്മ ഇനി പറയാത്തതൊന്നും. എന്നാ പോയിക്കോ, ഞാൻ ഇങ്ങോട്ട് പോട്ടെ, പിന്നെ കാണാം.